ഇത് ബംഗ്ലാദേശാണ്. ഇവിടെ ഹിന്ദു സ്ത്രീകളും ഹിജാബ് ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഹിജാബ് ചോയ്സ് ആണ് എന്ന് പറയുന്ന ഇക്കമാരും ഇത്താത്തമാരും എല്ലാം ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഒരു സമയത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശം. എന്നാൽ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ ബംഗ്ലാദേശും പിരിഞ്ഞുപോയി. അതുവരെ അവരും ഇന്ത്യക്കാർ തന്നെയായിരുന്നു. അന്ന് ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് ആ സമയത്ത് ഹിജാബ് ചോയ്സ് ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയി ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയപ്പോൾ ബംഗ്ലാദേശ് ആ സ്വാതന്ത്ര്യം കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇസ്ലാമിക മൗലികവാദത്തിന് കീഴിൽ അടിയറ വെച്ചു. അങ്ങനെയാണ് സ്വാഭാവികമായും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഹിന്ദു ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ഇവിടെ ഭരണഘടനയുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. മറിച്ച് ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണെങ്കിൽ ഭരണഘടനയെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. കാരണം ഭൂരിപക്ഷം സഹിഷ്ണുതയുള്ളതായിരിക്കുന്നത് കൊണ്ടാണ് ഭരണഘടനയ്ക്ക് വിലയുള്ളത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പാകിസ്ഥാനിലുമുണ്ട് ഒരു ഭരണഘടന. അതിൻ്റെ വില എന്താണ് എന്ന് നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഭരണഘടന ആൾക്കാർ പൊക്കിപ്പിടിക്കുമ്പോൾ ആ ഭരണഘടനയ്ക്ക് വില കൊടുക്കുന്നത് ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് സഹിഷ്ണുതയുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതിൽ മതേതരത്വം എന്ന് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്നിവിടെ ഭൂരിപക്ഷം പറഞ്ഞതുകൊണ്ടാണ് ആ ഭരണഘടനയിൽ മതേതരത്വം ഇപ്പോഴും ഇരിക്കുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ മതേതരത്വം എന്നുള്ളത് അവരുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കാനായി സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കില്ല. കാരണം അപ്പോഴേക്കും പല തലകളും അവിടെ ഉരുണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്ന് പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. എല്ലാം മനസ്സിനെ വളരെയധികം അപ്സെറ്റ് ആക്കുന്ന വീഡിയോകളാണ്. അതിലൊരു വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളോട്, ഹിന്ദു സ്ത്രീകളുടെ അടുത്തേക്ക് അതിക്രമിച്ച് കയറി അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഹിജാബ് ഇട്ട ശേഷം മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്ന് പറയുകയാണ് ഒരു പറ്റം മതമൗലികവാദികൾ, ഒരു പറ്റം ആൾക്കാർ. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ അവിടെ കൊന്ന് കെട്ടിത്തൂക്കിയത് മാത്രമല്ല, ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നു കഴിഞ്ഞ ശേഷം മൃതദേഹം നിലത്തിട്ട് മണിക്കൂറുകളോളം ചവിട്ടിയ ശേഷം അതിനെ മരത്തിൽ കെട്ടിത്തൂക്കിയതിനു ശേഷവും കലിയടങ്ങാത്ത ആ ജനങ്ങൾ, അവിടെയുള്ള ഇസ്ലാമിക മതമൗലികവാദികൾ പെട്രോൾ ഒഴിച്ച് ആ മരത്തിന് തന്നെ തീയിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അട്രോസിറ്റികളൊക്കെയാണ് ബംഗ്ലാദേശിൽ നിന്നും നടക്കുന്നത്, ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.